ശരി, സമ്മതിച്ചു. ഫിറ്റായി പോയപ്പം പറ്റിപ്പോയൊരബദ്ധം. പക്ഷെ മണ്ണുണ്ണി, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അത് നമ്മുടെ രാജുവിന്റെ പെങ്ങളെ. ഈ അവസ്ഥയിൽ തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ... തലയ്ക്ക് സുഖമില്ലാത്തതല്ല, മെന്റലി റീറ്റാർഡഡ്. അവളൊരു പാവം പെണ്ണാടാ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ തോന്നണം അല്ലേ? എടാ, അവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ ഞാനാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെ? എനിക്കറിയാം. രേവതി പറഞ്ഞു. അവളെ നീ അല്ലാതെ മറ്റാരും. എടാ, കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നിന്റെ വീട്ടിൽ തേരാപ്പാര കയറി ഇറങ്ങി നടന്നാൽ നീ വെറുതെ വിടൂ? നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വയ്ക്കാൻ നോക്കരുത്. രവി, സത്യമായിട്ടും ഇത് കൂടുതൽ സത്യങ്ങളൊന്നും കെട്ടി നൽകണ്ട. നിന്റെ സത്യസന്ധതയെ കുറിച്ചൊക്കെ എനിക്കറിയാം. രവി പ്ലീസ്. കയറാ, എന്റെ സ്വഭാവം മാറ്റരുത്. പോടാ. എന്തായി? സോറി, അവൻ വരില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഒരുപക്ഷെ അവള് രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്താ അതിനൊരു ഉറപ്പ്? ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ? പരാജയപ്പെട്ടാലും ഈ നിലയിൽ അവൾക്കൊരു കുഞ്ഞിനെ കൂടി നോക്കാനാകില്ല രാധിക. പിന്നെ പിഴച്ചു പറ്റുന്ന നാണക്കേട്. അച്ഛൻ ആരാണെന്നറിയാത്ത കുട്ടി. വേണ്ട, ഒന്നും വേണ്ട. അബോർഷൻ തന്നെയാണ് നല്ലത്. മനഃപൂർവ്വമായിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയതാ. നീ അവളെ കൈവിട്ട ഒരുപക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ അവളെ സ്വീകരിക്കണം. രാജു. അതേടാ, എന്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ നീ അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും. പക്ഷേ ആ പാവം പെണ്ണിന് നിനക്കറിയോ, ചെറിയൊരു ആക്സിഡന്റ് അതിന്റെ ദൈവവ്യക്തിയുടെ സമാല തെറ്റിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. എന്റെ ദൈവവ്യക്തി മരിച്ചത് മുഴു ഭ്രാന്തായിട്ടായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലാതെ വളർന്ന നിനക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ലടാ. രാജു, നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൾക്കാണ് രേവതിയുടെ അവസ്ഥ വന്നിരുന്നെങ്കിൽ. ഹലോ, എന്താ രേവതിക്കുട്ടി? എന്റെ കുഞ്ഞുകുരു തീർന്നു. ഇന്ന് രാജകുമാരൻ വരും. എന്താ? അവൻ എവിടെ? രാജശേഖരൻ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് രവി വരും നമ്മുടെ രേവതിക്കുട്ടിയെ കൊണ്ടുപോവാൻ.
Mm-hmm.